ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ 2024 സ്കീമിൻ്റെ നവംബർ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, പാർട്ട് ബിയിൽ മോഡ്യൂൾ 1-ൽ 9-ൽ ബി പ്രോബ്ലമാണ്. നമുക്ക് ഒരു ഇൻവെർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ തന്നിട്ടുണ്ട്. അത് 2 പൈപ്പിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, എയും ബിയും ആണ്. അപ്പോൾ ആ 2 പൈപ്പിൻ്റെ പ്രഷർ ഡിഫറൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. രണ്ടിനും വേറെ വേറെ ലിക്വിഡാണ്, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ കോളമും എല്ലാം തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ, ആ പൈപ്പിലുള്ള പ്രഷർ ഡിഫറൻസ് മാത്രമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ പടം ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. എ പൈപ്പിനകത്തുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.2 തന്നിട്ടുണ്ട്. ഈ ബി പൈപ്പിലുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി 2.4 തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ മാനോമെട്രിക് ലിക്വിഡ് ഇല്ലേ, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഡേറ്റം ലൈൻ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ പാസ്കൽസ് ലോ എന്ന് പറയുന്നത് ഈ പോയിന്റിൽ പ്രഷർ വിൽ ബി സെയിം അറ്റ് ഇൻ ഓൾ ഡയറക്ഷൻസ്, അതാണ് പാസ്കൽ ലോ. അപ്പോൾ ഇവിടുത്തെ പ്രഷറും അറ്റ് ദ ഡേറ്റം എക്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ പ്രഷർ ഇൻ ദ ലെഫ്റ്റ് ലിംപ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻ ദ റൈറ്റ് ലിംപിനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഇൻവെർട്ടഡ് യൂട്യൂബ് ആയതുകൊണ്ട് നമ്മൾ പി എ മൈനസ് ആണ് എല്ലാം ചെയ്യേണ്ടത്. നോർമലി നമ്മൾ യൂട്യൂബ് മാനോമീറ്റർ ആണെങ്കിൽ താഴത്തെ പ്രഷറാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് പി എ പ്ലസ്സിനിട്ട് ബോട്ടമിലുള്ള പോയിൻ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ പ്ലസ് ആണ് ഇടേണ്ടത്. ഇത് ഇൻവേർട്ടഡ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് ആണ് ഇടണം. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം പി എ ഓക്കെ മൈനസ് റോ ജി എച്ച്, ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു ജി ഇൻറ്റു ഈ ഹൈറ്റ് എന്തുവാ H2 ആണ്. ഓക്കെ, അപ്പം നമ്മൾ പി എ നമുക്കറിയത്തില്ല. പി എ മൈനസ് ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ 1.2 ഇൻറ്റു 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് പ്രോബ്ലമിനകത്ത് തന്നിട്ടുണ്ട് 0.65. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇതുപോലെ തന്നെ പ്രഷർ ഇൻ ദ റൈറ്റ് ലിംപ് കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ 2 ലിക്വിഡാണ് അവിടെ ഉള്ളത്. ഒന്ന് മാനോമെട്രിക് ലിക്വിഡ് ഉണ്ട്, പിന്നെ ഈ ബി പൈപ്പിലുള്ള ലിക്വിഡ് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഹൈറ്റ് H1 മാനോമെട്രിക് ലിക്വിഡിൻ്റെ ഹൈറ്റ് H ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈക്വേഷൻ എന്ന് പറയുമ്പോൾ പി ബി മൈനസ് ഓഫ് ഓൾ ദ പ്രഷേഴ്സ്. ഓക്കെ, അപ്പോൾ പി ബി മൈനസ് ഡെൻസിറ്റി ഓഫ് ദിസ് ലിക്വിഡ് ഇൻറ്റു ജി ഇൻറ്റു H1. ഓക്കെ, മൈനസ് density of this manometric liquid into G into height of the manometric liquid. Okay, അപ്പോൾ മൈനസ് ഈ ലിക്വിഡ് 2.4 into 1000 into 9.81 into 0.3 H1 നമുക്ക് തന്നിട്ടുണ്ട്. മൈനസ് ആ ലിക്വിഡ് മാനോമെട്രിക് ലിക്വിഡിൻ്റെ ഡെൻസിറ്റി 0.8 into 1000 into 9.81 into 0.2. ഇത് ചെയ്യുമ്പോഴത്തേക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈക്വേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് രണ്ട് ഈക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പി ബി മൈനസ് പി എ ഇസ് ഈക്വൽ ടു ഒരു ആൻസർ കിട്ടും. ഓക്കെ, അതാണ് പ്രഷർ ഡിഫറൻസ്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10A ക്വസ്റ്റ്യൻ ആണ്. ഇതും യൂട്യൂബ് മാനോമീറ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ഗിവൺ ഡേറ്റ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ തന്നിട്ടുണ്ട്. ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.85 തന്നിട്ടുണ്ട്. ഓക്കെ, one end is connected to the center of the pipe, other end is open to the atmosphere തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഡയഗ്രാം അവർ തന്നിട്ടില്ല. അപ്പം നമ്മൾ ഡയഗ്രാം വരച്ചാലേ നമുക്ക് എളുപ്പമായിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും. ഒരു എൻഡ് കണക്റ്റഡ് ടു ദ പൈപ്പാണ്, മറ്റേ രണ്ട് അവർ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, ഡിഫറൻസ് ഇൻ മെർക്കുറി ലെവൽ ഇസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ പൈപ്പ് ഇസ് 20 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, പ്രഷർ ഇൻ ദ പൈപ്പാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല റോ ജി എച്ച് ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റം എക്സ് എടുത്തിട്ട് പ്രഷർ അറ്റ് ദ റൈറ്റ് ലിംപ് ഇസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ദ ലെഫ്റ്റ് ലിംപിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതിന് മുൻപ് ഒരു ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ one end is connected to the പൈപ്പിന് പറഞ്ഞിട്ടുണ്ട്, ടു ദ സെൻറ്റർ ഓഫ് ദ പൈപ്പിന് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതർ എൻഡ് ഇസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയറിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ആ സൈഡിൽ ലിക്വിഡിൻ്റെ ഹൈറ്റ് 20 സെൻറ്റിമീറ്ററും ഹൈറ്റ് ഓഫ് ദ മാനോമെട്രിക് ലിക്വിഡ് 30 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. മാനോമെട്രിക് ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ആണ്. ആ മറ്റേ ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.85 തന്നിട്ടുണ്ട്. ഓക്കെ, മാനോമെട്രിക് ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടില്ല, മെർക്കുറിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിത് പഠിച്ച് വയ്ക്കണം. ഓക്കെ, ചിലപ്പോൾ പ്രോബ്ലമിനകത്ത് തരത്തില്ല. അപ്പം നമുക്ക് അറിഞ്ഞിരിക്കണം മെർക്കുറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 മനസ്സിലായോ? അപ്പം ഇതിലെയും ദ സെയിം പാസ്കൽസിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഡേറ്റം പോയിന്റിൽ പ്രഷർ ഓൺ ബോത്ത് ദ സൈഡ്സ് വിൽ ബി ഈക്വൽ എന്ന് നമ്മൾ എടുക്കുക. അപ്പോൾ പ്രഷർ അറ്റ് ദ ലെഫ്റ്റ് ലിംബ് ഇസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ദ റൈറ്റ് ലിംബ് അറ്റ് ദ ഡേറ്റം ലൈൻ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിലുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മേളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രഷറായിരിക്കും, ടോട്ടൽ പ്രഷറായിരിക്കും ഈ പോയിന്റിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ എന്തൊക്കെയാണ് ഉള്ളത്? പൈപ്പ് PAൻ്റെ പ്രഷർ ഉണ്ടാവും, പിന്നെ ഈ കോളമിലുള്ള ഇത്രയും ഹൈറ്റിനുള്ള പ്രഷർ ഉണ്ടാവും, പിന്നെ മാനോമെട്രിക് ലിക്വിഡിൻ്റെ പ്രഷർ ഉണ്ടാവും. മനസ്സിലായോ? അപ്പം പ്രഷർ അറ്റ് ദ ലെഫ്റ്റ് ലിംബ് ഇസ് ഈക്വൽ ടു PA, ഓക്കെ, പ്ലസ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു G ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് പ്ലസ് ഡെൻസിറ്റി ഓഫ് ദ മെർക്കുറി ഇൻറ്റു G ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ മെർക്കുറി. മനസ്സിലായോ? ഓക്കെ, അപ്പം നമുക്ക് PA അറിയത്തില്ല. അപ്പോൾ PA പ്ലസ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഈ ഫോർമുല ആണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 0.85 ഇൻറ്റു 1000 ഇൻറ്റു 9.81 ഇൻറ്റു 20 സെൻറ്റിമീറ്റർ, അത് മീറ്ററിലോട്ട് മാറ്റി 0.2 മീറ്ററാണ്. ഓക്കെ, പ്ലസ് 13.6 ഇൻറ്റു 1000 ഇൻറ്റു 9.81 ഇൻറ്റു 0.3. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് പ്രഷർ അറ്റ് ദ ലെഫ്റ്റ് ലിംബ് എന്താണ് നമുക്ക് കിട്ടി. പ്രഷർ അറ്റ് ദ റൈറ്റ് ലിംബ് ഇസ് ഈക്വൽ ടു 0 നമ്മൾ എടുത്തു, ബിക്കോസ് ഇറ്റ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, അതുകൊണ്ട് 0 എടുത്ത് ഈ രണ്ട് ഈക്വേഷനും നമ്മൾ ഈക്വേറ്റ് ചെയ്യുക. അപ്പോൾ PAൻ്റെ പ്രഷർ എന്താണെന്ന് നമുക്ക് കിട്ടി. എങ്കിൽ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡ്യൂൾ 2-നകത്ത് 11 B പാർട്ടാണ്. എ ബ്ലോക്ക് ഓഫ് വുഡ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.7 is supposed to be floating in water. Determine the metacentric height of the block if its size is 2 meter into 1 meter into 0.8 meter ആണ്. ഓക്കെ, നമ്മൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുമ്പോൾ GM. അപ്പോൾ ആദ്യം നമുക്ക് ഗിവൺ ഡേറ്റ എഴുതാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ വുഡ് 0.7 തന്നിട്ടുണ്ട്, സൈസ് ഓഫ് ദ ബ്ലോക്ക് തന്നിട്ടുണ്ട്. ഈ രണ്ട് വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ. ഇതിൻ്റെ മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമുല എന്തുവാ? GM is equal to BM minus PG. ഓക്കെ, BGM അത് അങ്ങനെയല്ലേ ഞാൻ ഓർക്കാൻ പറഞ്ഞിരിക്കുന്നത്. മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോൾ BGM ആണ് നമുക്ക് ഓർമ്മ വരണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് GM ആണ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമുല എങ്ങനെ എഴുതണം? ആദ്യം BM മൈനസ് BG. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ GM is equal to BM minus BG. BM എന്തുവാ? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇൻ ദ പ്ലാൻ ഡിവൈഡഡ് ബൈ സബ്മേർജ്ഡ് ഹൈറ്റ്. വി മാത്രം ഇട്ടിട്ടില്ല, വി ഇട്ടിട്ട് ഒരു കോഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. അതെന്തുവാ? സബ്മേർജ്ഡ് വോള്യൂമാണ്. ഓക്കെ, അപ്പോൾ BG എന്തുവാ? AG മൈനസ് AB. ഓക്കെ, അപ്പോൾ AG എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദ ബ്ലോക്ക് ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, h/2. AB എന്ന് പറയുന്നത് സബ്മേർജ്ഡ് ഹൈറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, H സബ്മേർജ് ഡിവൈഡ് ബൈ 2. അപ്പം നമുക്ക് AG മാത്രം അറിയാം, ഹൈറ്റ് ഓഫ് ദ ബ്ലോക്ക് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് സബ്മേർജ്ഡ് ഹൈറ്റ് അറിയത്തില്ല. ഇത് കിട്ടിയാലേ നമുക്ക് BG കിട്ടത്തുള്ളൂ. പിന്നെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യൻ്റെ ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് GM കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് സബ്മേർജ്ഡ് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ആ സബ്മേർജ്ഡ് ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എന്താ ഒരു പടം വരച്ചു, ആ പടം തന്നെ നമ്മൾ വരച്ചു. ഇറ്റ്സ് ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അത് ഇമ്മേഴ്സ് ചെയ്യാൻ പാടില്ല. ഇച്ചിരി ഹൈറ്റ് മുകളിലോട്ട് നിൽക്കുന്നത് പോലെ നമ്മൾ വരയ്ക്കണം. ഓക്കെ, പടം ഇമ്പോർട്ടൻ്റ് ആണ്, പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും സബ്മേർജ് ചെയ്ത ഹൈറ്റാണ് H സബ്മേർജ് എന്ന് പറയുന്നത്. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ബ്ലോക്ക് HB ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് 0.8. ഓക്കെ, അപ്പം ഇതിൻ്റെ വിത്ത് 1 മീറ്റർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് ആണ് 2 മീറ്റർ. ഓക്കെ, ഇതിങ്ങനെ പോകും. 2 മീറ്റർ ബ്ലോക്കാണ്. അപ്പോൾ ഇത് 2 മീറ്റർ, ഇത് 1 മീറ്റർ, ഇത് 0.8 മീറ്ററാണ്. ഓക്കെ, ഇപ്പോൾ ഹൈറ്റ് ഓഫ് ദ HB ഡിവൈഡ് ബൈ 2 ഇടുമ്പോൾ 0.8 ഡിവൈഡ് ബൈ 2 ഇടുമ്പോൾ AG കിട്ടും.
പക്ഷേ നമുക്ക് എച്ച് സബ്മേർജ്ഡ് വേണ്ടേ? ഈ എച്ച് സബ്മേർജ്ഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ അപ്ലൈ ചെയ്യണം. എന്തുവാ ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ? വെയ്റ്റ് ഓഫ് ദ ബ്ലോക്ക് ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അതല്ലേ അവർ കണ്ടുപിടിച്ചത്. വെയ്റ്റ് ഓഫ് ദ ബ്ലോക്ക് ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആർക്കിമിഡീസ് പ്രിൻസിപ്പലാണ്. അപ്പോൾ വെയ്റ്റ് ഓഫ് ദ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ വെയ്റ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി ആണ് അല്ലേ? വെയ്റ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോള്യൂം. അപ്പോൾ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോള്യൂം ഇടാലോ. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ദ ബ്ലോക്ക് ഇൻറ്റു വോള്യൂം ഓഫ് ദ ബ്ലോക്ക് ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു ഈ വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡും ഇതുപോലെ റിലേഷനിൽ നമുക്ക് എഴുതണമെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ ഇൻറ്റു ജി ഇൻറ്റു വോള്യൂം ഓഫ് ദ വാട്ടർ ഇമ്മേഴ്സ്ഡ് ബ്ലോക്ക് ഇൻ ദ വോള്യൂം ഓഫ് ദ വാട്ടർ. ഓക്കെ, ഡിസ്പ്ലേസ്ഡ് വോള്യൂം ഓഫ് ദ വാട്ടർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റോ ബി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ബ്ലോക്ക് ഇൻറ്റു ജി ഇൻറ്റു വോള്യൂം ഓഫ് ദ ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ലെങ്ത് ഇൻറ്റു LBH ഫോർമുല. ലെങ്ത് ഓഫ് ദ ബ്ലോക്ക് ഇൻറ്റു ബ്രെത്ത് ഓഫ് ദ ബ്ലോക്ക് ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ബ്ലോക്ക് is equal to density of water into G into length of the block into breadth of the block into H submerged. അപ്പോൾ ഇതിൽ കാണുമ്പോഴേ നമുക്ക് ഈ G ക്യാൻസൽ ആകും, L ക്യാൻസൽ ആകും, B ക്യാൻസൽ ആകും അല്ലേ? ഡെൻസിറ്റി ഓഫ് ദ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്തുവാ? നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് അല്ലേ? ഡെൻസിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ വുഡ് എത്രയാ? 0.7 ആണ്. അപ്പോൾ 0.7 ഇൻറ്റു 1000 ഇത് മൊത്തം നമുക്ക് ഇവിടെ ക്യാൻസലായി. ഓക്കെ, GLB ഒക്കെ ക്യാൻസലായി. ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 ആണ്. ഇൻറ്റു H സബ്മേർജ്ഡും ഉണ്ടാവും, ഇൻറ്റു ഇവിടെ Hനും ഉണ്ടാവും അല്ലേ? അപ്പോൾ പിന്നെയും നമുക്ക് 1000 ക്യാൻസലാവും. അപ്പോൾ അവസാനത്തെ ഈക്വേഷൻ എന്ന് പറയുന്നത് എന്തുവാ? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ബ്ലോക്ക് ഇസ് ഈക്വൽ ടു H സബ്മേർജ്ഡ്. ഇതാണ് ഫൈനൽ ഈക്വേഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും ചെയ്യണമെന്ന് ആവശ്യമില്ല. നിങ്ങൾ ജനറൽ ഈക്വേഷൻ അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ H സബ്മേർജ്ഡ് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഈക്വേഷൻ എന്ന് പറയുന്നത് ഈ ഏത് ഓബ്ജക്റ്റ് ആ ഓബ്ജക്റ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓക്കെ ഇൻറ്റു ഹൈറ്റ്, ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ഇസ് ഈക്വൽ ടു H സബ്മേർജ്ഡ്. ഇതാണ് ജനറൽ ഈക്വേഷൻ. അപ്പോൾ 0.7 ഇൻറ്റു ഹൈറ്റ് എത്ര? 0.8 ഇസ് ഈക്വൽ ടു H സബ്മേർജ്ഡ്. ഇങ്ങനെ ജനറലായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ 0.56 ആൻസർ കിട്ടും. ഓക്കെ, ഇതല്ലാതെ നമ്മുടെ ഡയറക്റ്റ് ജനറൽ ഈക്വേഷൻ എന്തുവാ? 0.7 ഇൻറ്റു ഹൈറ്റ് ഇസ് ഈക്വൽ ടു H സബ്മേർജ്ഡ് ആണ് ജനറൽ ഈക്വേഷൻ. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ബ്ലോക്ക് ഇസ് ഈക്വൽ ടു H സബ്മേർജ്ഡ്. ഇത് എല്ലാ പ്രോബ്ലത്തിനും ഇത് പൊരുന്തും. ഓക്കെ, ഇത് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 0.7 ആണ്. ഹൈറ്റ് ഓഫ് ദ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 0.8 ആണ്. 0.7 ഇൻറ്റു 0.8 ഇസ് ഈക്വൽ ടു H സബ്മേർജ്ഡ്. ഇത് എത്രയാ? 7 8 are 56. അപ്പോൾ 2 ഡിജിറ്റ് മുൻപ് വരുമ്പോൾ 0.56 H സബ്മേർജ്ഡ് കിട്ടിയ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഈ ഫോർമുല എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇത്രയും നേരം പറഞ്ഞത്. ഓക്കെ, അപ്പം AB എന്തുവാ? 0.56 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് യുവർ H സബ്മേർജ്ഡ് ഡിവൈഡ് ബൈ 2. AG എന്തുവാ? H ഡിവൈഡ് ബൈ 2, 0.8 ഡിവൈഡ് ബൈ 2, അപ്പോൾ 0.4. അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് സബ്മേർജ്ഡ് പോർഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്, ഇത് ഹോൾ ഓബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ BG എന്തുവാ? AG മൈനസ് AB. അപ്പോൾ 0.12 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? BM കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ BM എന്തുവാ? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് YY ആക്സിസ് ഡിവൈഡ് ബൈ സബ്മേർജ്ഡ് വോള്യൂം ആണ് അല്ലേ? അപ്പോൾ BD³/12 ആണ് നമുക്ക് Iൻ്റെ വാല്യൂ. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ പ്ലാൻ അലോങ് YY ആക്സിസ് ആണ്. അപ്പോൾ B എന്ന് പറയുമ്പോൾ 2 മീറ്റർ വരും, D എന്ന് പറയുമ്പോൾ 1 മീറ്റർ വരും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അലോങ് YY ആക്സിസ് ആണ് നമ്മൾ ഫോർമുല ഡിറൈവ് ചെയ്തപ്പോഴേ ഇങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമുക്ക് ഈ ഫോർമുല കിട്ടിയത്. ഓക്കെ, അപ്പം ഈ I എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലാൻ അബൌട്ട് YY ആക്സിസ്. അപ്പോൾ B ഈസ് ഈക്വൽ ടു 2 മീറ്റർ എടുക്കണം, D ഈസ് ഈക്വൽ ടു 1 മീറ്റർ എടുക്കണം. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 1
the whole cube divided by 12 ഇടുമ്പോൾ I കിട്ടും. Submerged volume is equal to length of the block into width of the block into H submerged ആണ് ഇടേണ്ടത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മറന്നുപോയി H ഇട്ടിട്ട് ചെയ്യും, പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. H submerged ആണ് ഇടേണ്ടത്. വോളിയം ഓഫ് ദ സബ്മേർജ്ഡ് വോളിയമാണ്. ഓക്കെ, അപ്പോൾ BM നമുക്ക് കിട്ടും. BM മൈനസ് BG ആണ് നമ്മുടെ ആൻസർ. ഇത് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഈ മോഡ്യൂൾ 2 തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ടോട്ടൽ പ്രഷർ ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ ഇൻ എ റെക്ടാങ്കുലർ പ്ലേറ്റ് ഓഫ് സൈസ് 2 meter into 3 meter വെർട്ടിക്കലി ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ വെർ ദ ഡെപ്ത് ഓഫ് ഹിസ് ബേസ് ഇസ് 5 meter ബിലോ ദ സർഫേസ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗിവൺ ഡേറ്റ എന്തുവാ? റെക്ടാങ്കുലർ പ്ലേറ്റ് 2 meter into 3 meter തന്നിട്ടുണ്ട്. ഓക്കെ, ഇമേഴ്സ്ഡ് കണ്ടീഷൻ എന്തുവാ? വെർട്ടിക്കലാണ് കണ്ടീഷൻ. ഡെപ്ത് ഓഫ് ദ ബേസ് 5 meter ബിലോ ദ വാട്ടർ സർഫേസ് ആണ്. ഓക്കെ, അപ്പോൾ വാട്ടറിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നില്ല, അത് താഴോട്ടാണ്, 5 meter താഴോട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷർ H* ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫോർമുല എഴുതുക. ടോട്ടൽ പ്രഷർ ഇസ് ഈക്വൽ ടു ρg A ഇൻറ്റു H bar. ഓക്കെ, H* ഇസ് ഈക്വൽ ടു IG ഡിവൈഡഡ് ബൈ A H bar പ്ലസ് H bar ആണ്. ഇതിനെ എപ്പോഴും ഓരോരോ വീഡിയോയിലും പറയുന്നുണ്ട്. സെൻറ്റർ ഓഫ് പ്രഷർ വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, സെൻറ്റർ ഓഫ് പ്രഷർ വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. H ബാറിനെ കാട്ടിലും എപ്പോഴും സെൻറ്റർ ഓഫ് പ്രഷർ കൂടുതലായിട്ടേ വരത്തുള്ളൂ. ബിക്കോസ് ഈ ഫോർമുലയിൽ തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കാട്ടിലും വലിയ എമൗണ്ട് അല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഡയഗ്രാം വരയ്ക്കാം. അപ്പം നമ്മൾ പടം വരച്ചു. ഇതാണ് നമ്മുടെ പ്ലേറ്റ്. ഇറ്റ് ഈസ് വെർട്ടിക്കലി ഇമേഴ്സ്ഡ്. അപ്പോൾ 2 meter 3 meter. ഡെപ്ത് ഓഫ് ദ ബേസ് ഇസ് 5 meter ബിലോ ദ വാട്ടർ സർഫേസ് ആയതുകൊണ്ടാണ് ഈ പടം വരച്ചിരിക്കുന്നത്. നമ്മൾ അല്ലാതെ ഇങ്ങനെ വരച്ച് പോകും. ഓക്കെ, 5 meter ആണ് ഇരിക്കുന്നത്. ഡെപ്ത് 5 meter ഓർത്തിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വരയ്ക്കും. പക്ഷേ ഇതല്ല സംഭവം. ഇതിലെയും അത് തന്നെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ടോപ്പാണ്, 5 meter ടോപ്പാണ് ഇവിടെ വരുന്നത്. പക്ഷേ ബേസ്, ഡെപ്ത് ഓഫ് ദ ബേസ് ഇസ് 5 meter എന്ന് പറയുമ്പോൾ ഇതാണ് കറക്റ്റ്. ഓക്കെ, അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇതല്ല പടം, കറക്റ്റ് പടം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ പടം വരയ്ക്കണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ വാട്ടർക്കും ഈ വെർട്ടിക്കൽ നമ്മൾ ഇമേഴ്സ് ചെയ്തില്ല ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 2 meter ആകും. ഓക്കെ, 5 - 3 2 meter ആകും. ഓക്കെ, അപ്പോൾ H bar ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. H bar എന്ന് പറയുന്നത് 2 meter പ്ലസ് 3/2 ആണ്. ഓക്കെ, അപ്പോൾ 3.5 meter കിട്ടും. അപ്പോൾ ഏരിയ എന്തുവാ? ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ആണ്. അപ്പോൾ 2 × 3 6 meter square. അപ്പോൾ ടോട്ടൽ പ്രഷർ എത്ര? ρg A ഇൻറ്റു H bar ആണ്. അപ്പോൾ ഇതിനകത്ത് ഫോർമുലനകത്ത് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഈ യൂണിറ്റ് കൺവേർഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1000 ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലേ? അപ്പം kg/m³. 9.81 ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി m/s². അപ്പോൾ കിലോഗ്രാം m/s², അത് ന്യൂട്ടണിലോട്ട് മാറി. ഓക്കെ, 6 ഏരിയ ആണ്, അതുകൊണ്ട് m² ഇൻറ്റു 3.5 meter. അപ്പോൾ ഈ m², ഈ താഴോട്ടുള്ള m³ ക്യാൻസലാക്കി അവസാനം നമുക്ക് ന്യൂട്ടണിൽ ആൻസർ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ കിലോ ന്യൂട്ടണിൽ എഴുതിയിട്ടേ ഉള്ളൂ. ഇൻറ്റു 10⁻³ ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്റർ ഓഫ് പ്രഷറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഫോർമുല എന്തുവാ? IG ഡിവൈഡഡ് ബൈ A H bar പ്ലസ് H bar ആണ്. അപ്പോൾ H bar നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏരിയവും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് കിട്ടാത്തത് IG ആണ്. IGൻ്റെ ഫോർമുല റെക്ടാങ്കിൾ ആയതുകൊണ്ട് BD³ ഡിവൈഡഡ് ബൈ 12. ഓക്കെ, ഇതിൽ 2B എന്ന് പറയുന്നത് ഇതിൽ നോർമലാണ്. ഓക്കെ, 2 × 3³ ഡിവൈഡഡ് ബൈ 12 ഇട്ടിട്ട് IG കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ അവസാനം H* കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ റിസൾട്ട് എഴുതുക. മനസ്സിലായോ? അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് മോഡ്യൂൾ 3 ആണ്. മോഡ്യൂൾ 3-നകത്ത് ഓറിഫൈസിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതിൻ്റെ ഗിവൺ ഡേറ്റ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രോബ്ലം വായിക്കണം കേട്ടോ. അപ്പോൾ ഗിവൺ ഡേറ്റ എഴുതി വെച്ചത് ഞാൻ പറയാം. പൈപ്പിൻ്റെ ഡയാമീറ്റർ തന്നിട്ടുണ്ട് 200 mm. ഓറിഫൈസിൻ്റെ ഡയാമീറ്റർ 80 mm തന്നിട്ടുണ്ട്. അതിനെയാണ് മീറ്ററിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം.
ഓക്കെ, എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ഇത് മീറ്റർ, മില്ലിമീറ്റർ ഇവിടെയാണ് വരുന്നത്. മീറ്ററിൽ നിന്ന് ലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ബൈ എത്രയാ? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നിന്ന് മീറ്ററിലോട്ട് വരണമെങ്കിൽ ഡിവൈഡ് ബൈ 1000 ആണ്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ലാർജറിലേന്ത് സ്മോളർ യൂണിറ്റിലോട്ട് നമ്മൾ മാറ്റണമെങ്കിൽ ഇൻറ്റു 1000, ചെറുത് വലിയതോട്ട് മാറ്റണമെങ്കിൽ ഡിവൈഡ് ബൈ 1000. ഓക്കെ, ഇതിങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഡിവൈഡ് ബൈ 1000 ഇടുമ്പോൾ നമുക്ക് 0.2 മീറ്റർ വരും. 80 mm ഡിവൈഡ് ബൈ 1000 ഇടുമ്പോൾ 0.08 മീറ്ററിന് വരും. ആ പൈപ്പിനകത്ത് ഫ്ലോ ചെയ്യുന്ന ലിക്വിഡാണ് ഓയിൽ. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഡിഫറൻഷ്യൽ ഗേജ് റീഡിംഗ് ഓഫ് ദ മെർക്കുറി, ഗേജ് റീഡിംഗ് x is equal to 700 mm തന്നിട്ടുണ്ട്. ഓക്കെ, 700 mm എന്ന് പറയുമ്പോൾ 700 ഡിവൈഡ് ബൈ 1000 ആണ്. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 7.7 മീറ്ററിന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ചാർജ് ഇൻ ലിറ്റേഴ്സ് പെർ സെക്കൻഡിലാണ് അവർക്ക് വേണ്ടത്. ഓക്കെ, ഫോർമുല എന്തുവാ? ഓറിഫൈസ് മീറ്ററിൻ്റെ ഫോർമുല Q is equal to CD into A0 into A1 divided by square root of A1 square minus A0 square into square root of 2GH. ഓക്കെ, ഈ ഹെച്ചിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല, നമുക്ക് റീഡിംഗ് ആണ് തന്നിരിക്കുന്നത്, ഹെഡ് തന്നിട്ടില്ല. അപ്പോൾ ഹെഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എക്സ് ഇൻറ്റു റീഡിംഗ്, മാനോമെട്രിക് റീഡിംഗ് ഇൻറ്റു ഹെവിയർ ലിക്വിഡ് ഡിവൈഡ് ബൈ ലൈറ്റർ ലിക്വിഡ് സ്പെസിഫിക് ഗ്രാവിറ്റി -1. ഓക്കെ, പൈപ്പിനകത്ത് ഓയിലാണ് ഉള്ളത്, മാനോമെട്രിക് ട്യൂബിനകത്ത് നമുക്ക് മെർക്കുറിയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഫോർമുല എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഹെവിയർ ലിക്വിഡ് ഡിവൈഡ് ബൈ ലൈറ്റർ ലിക്വിഡ് -1. ഇത് അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഹൈറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ പ്രോബ്ലമിനകത്ത് മെർക്കുറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി SH തന്നിട്ടില്ല, നമുക്ക് ആൾറെഡി അറിയാലോ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇടണം. 13.6 ഡിവൈഡ് ബൈ 0.8 -1 ഇൻറ്റു 0.7 ചെയ്യുമ്പോൾ H എന്താണെന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് ഈ ഫോർമുലന് വേണ്ടിയുള്ള എല്ലാ സബ്സ്റ്റിറ്റ്യൂഷനിലുള്ള വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിനകത്ത് A0 ഏരിയ ഓഫ് ദ ഓറിഫൈസ്, അപ്പോൾ π/4 ഇൻറ്റു D0 സ്ക്വയർ, അത് അപ്ലൈ ചെയ്യുമ്പോൾ A0 എന്താണ് കിട്ടും? ഓറിഫൈസിൻ്റെ ഏരിയ. പിന്നെ A1 എന്ന് പറയുന്നത് പൈപ്പിൻ്റെ ഏരിയ ആണ്, അപ്പോൾ π/4 ഇൻറ്റു D1 സ്ക്വയർ ചെയ്യുമ്പോൾ പൈപ്പ് ഏരിയ കിട്ടും. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ഫോർമുലനകത്ത് ഫൈനലി അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡിസ്ചാർജ് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് കിട്ടുന്നത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ് വരുന്നത്, പക്ഷേ ലിറ്ററിലോട്ട് മാറ്റാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ കൺവേർഷൻ എന്തുവാ? 1 ലിറ്റർ is equal to 10⁻³ മീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ 1 മീറ്റർ ക്യൂബ് is equal to 1000 ലിറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ മീറ്റർ ക്യൂബിനല്ലേ തന്നിരിക്കുന്നത്, അപ്പോൾ ലിറ്ററിലോട്ട് മാറ്റണമെങ്കിൽ ഇൻറ്റു 1000 ചെയ്യണം. അപ്പം 48.9 ലിറ്റേഴ്സ് പെർ സെക്കൻഡിലാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത് ഡിറൈവ് ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ ദ 3D കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഓൾസോ ചെക്ക് വെദർ ദ ഫ്ലോ ഇസ് കണ്ടിന്യൂസ് ഓർ നോട്ട്, വെദർ വെൻ U is equal to V is equal to W is equal to. ഓക്കെ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം, പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫ്ലോ കണ്ടിന്യൂസ് ആണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, U V W എഴുതി. ടു ഫൈൻഡ് എന്തുവാ? ഫ്ലോ ഈസ് കണ്ടിന്യൂസ് ഓർ നോട്ട്, ഇതാണ് നമ്മുടെ എയിം. ഫോർമുല എന്തുവാ? കണ്ടിന്യൂസ് ആണെങ്കിൽ ∂U/∂x + ∂V/∂y + ∂W/∂z is equal to 0 ആണ്. അപ്പോൾ U എന്തുവാ? 2x + 3y തന്നിട്ടുണ്ട്. അപ്പോൾ ∂U/∂x ആണ്, പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ്. അപ്പോൾ എക്സ് മാത്രം നോക്കിയാൽ മതി, y നോക്കാൻ പാടില്ല. അപ്പോൾ 2xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ആണ് കിട്ടുന്നത്. ഓക്കെ, V is equal to 2yx 2yz + xy തന്നിട്ടുണ്ട്. വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യുന്നത്, ഇത് രണ്ടിനകത്തും y ഉണ്ട്, അപ്പോൾ രണ്ടും കൺസിഡർ ചെയ്യണം. y മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള ടേംസ് അങ്ങനെ എഴുതുക. അപ്പോൾ 2z + x. W-നകത്ത് വിത്ത് റെസ്പെക്ട് ടു z ആണ് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഈ x ടേം വരത്തില്ല, ഈ രണ്ടാമത്തെ ടേം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, xy ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ is not equal to 0, but the flow is not continuous. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് മോഡ്യൂൾ 4 ആണ്. മോഡ്യൂൾ 4-നകത്ത് A പ്രോബ്ലം, 15-ലെ A പ്രോബ്ലം. A circular tank is having a diameter of 2 meter with water up to a height of 3 meter. If the orifice at the bottom of the tank is having a diameter of 15 centimeter, calculate the time required to empty the tank. Take CD is equal to 0.62. അപ്പോൾ നമുക്ക് സർക്കുലർ ടാങ്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയാമീറ്റർ 2 മീറ്റർ ആണ്. ഓക്കെ, അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്.
If the orifice at the bottom of the tank is having a diameter of 15 centimeter, calculate the time required to empty the tank. അപ്പോൾ വെള്ളം മുഴുവനായിട്ട് പോകണമെങ്കിൽ എത്ര സമയം എടുക്കുമെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗിവൺ ഡേറ്റ എഴുതി ടൈം റെക്കോർഡ് ടു എംപ്റ്റി ദ ടാങ്ക് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്തുവാണെന്ന് വെച്ചാൽ ദിസ് ഇസ് യുവർ ജനറൽ ഫോർമുല. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു റൂട്ട് ഓഫ് h1 മൈനസ് റൂട്ട് ഓഫ് h2 ഡിവൈഡ് ബൈ cd ഇൻറ്റു a ഇൻറ്റു റൂട്ട് ഓഫ് 2g. ഓക്കെ, h1 എന്ന് പറയുന്നത് ഇനിഷ്യൽ ടൈമാണ്, h2 എന്ന് പറയുന്നത് ഫൈനൽ ടൈമാണ്. ഓക്കെ, ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ടാങ്ക് ആണ്, സ്മോൾ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ഓറിഫൈസ് ആണ്. ഓക്കെ, സി ഡി കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിസ്ചാർജ് ജി നിങ്ങൾക്ക് അറിയാം, 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് അറിയാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനിഷ്യൽ ഹൈറ്റ് എത്ര? വാട്ടർ ഓഫ് ദ ഹൈറ്റ് 3 മീറ്ററാണ്. അപ്പോൾ നമ്മൾ 3 മീറ്ററാണ് ഇടേണ്ടത്. ഞാൻ 5 മീറ്ററിന് ഇട്ടു, തെറ്റിച്ചെഴുതി. അപ്പോൾ ഇത് 3 മീറ്ററാണ്. ഓക്കെ, h1 ഇസ് ഈക്വൽ ടു 3 മീറ്റർ. h2 എന്ന് പറയുന്നത് ടു എംപ്റ്റി ദ ടാങ്ക് ആണ്. അപ്പോൾ ആ ഹൈറ്റ് കുറഞ്ഞ് 0 നിൽക്കത്തുള്ളൂ. അപ്പോൾ h2 ഇസ് ഈക്വൽ ടു 0 മീറ്റർ. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് π/4 ഇൻറ്റു സർക്കുലർ ടാങ്കിൻ്റെ ഡയാമീറ്റർ വെച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കുക. സ്മോൾ എ എന്ന് പറയുന്നത് ഓറിഫൈസിൻ്റെ ഡയാമീറ്റർ, അത് 15 സെൻറ്റിമീറ്റർ ആണ്, അതുകൊണ്ട് 0.15 മാറ്റി. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫോർമുലനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. ഒന്ന് ശ്രദ്ധിക്കണേ, ഇതിനകത്ത് 3 ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ മാറും, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. മനസ്സിലായോ? അപ്പം ഏത് ടൈമും വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാം. ഈ ഒറ്റ ഫോർമുലയേ ഉള്ളൂ. ദിസ് ഇസ് ഫോർ ദ സർക്കുലർ ടാങ്ക്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. ഇനി അടുത്ത പ്രോബ്ലം, എ ഹൊറിസോണ്ടൽ പൈപ്പ് ക്യാരിയിങ് എ വാട്ടർ സഡൻലി ഇൻക്രീസസ് ഇൻ ഡയാമീറ്റർ ഫ്രം 10 സെൻറ്റിമീറ്റർ ടു 20 സെൻറ്റിമീറ്റർ. അപ്പോൾ ഹൊറിസോണ്ടൽ പൈപ്പ് 10 സെൻറ്റിമീറ്ററിൽ നിന്ന് 20 സെൻറ്റിമീറ്ററിലോട്ട് ഇൻക്രീസ് ആയി. Find out the loss of head due to sudden increase in diameter if the discharge through the pipe is 150 liters per second. അപ്പോൾ Q നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ലോസ് ഓഫ് ഹെഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഗിവൺ ഡേറ്റ എഴുതി ടു ഫൈൻഡ് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ ഇൻക്രീസ് ഇൻ ഡയാമീറ്റർ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് v1 മൈനസ് v2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2g ആണ്. ഓക്കെ, നമ്മൾ സൊല്യൂഷനകത്ത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ Q ഇസ് ഈക്വൽ ടു a1 v1 ഇസ് ഈക്വൽ ടു a2 v2 അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഡയാമീറ്റർ ഫോർ ദ 10 സെൻറ്റിമീറ്റർ പൈപ്പ്, ഡയാമീറ്റർ 20 സെൻറ്റിമീറ്റർ പൈപ്പ്, ഇത് രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി. ബിക്കോസ് v1 v2 കണ്ടുപിടിക്കേണ്ടേ. അപ്പോൾ v1 ഇസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ a1. a1 എന്തുവാ? π/4 ഇൻറ്റു d1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ v1 എന്തുവാ? ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഏരിയ ഇടുമ്പോൾ v1 എന്താണ് കിട്ടും. ദ സെയിം തിങ് ഡയാമീറ്ററിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. v2 ഇസ് ഈക്വൽ ടു ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഏരിയ ഇടുമ്പോൾ v2 കിട്ടും. അപ്പോൾ ഫൈനലി നമ്മുടെ ഫോർമുലനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹെഡ് ലോസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. മനസ്സിലായോ? A 40 meter long weir is divided into 12 equal bays by vertical post. Okay, each 0.6 meter wide. അപ്പോൾ 40 meter long weir is 12 ഈക്വൽ ബേ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് വെച്ചിട്ടാണ് ഒരു വെർട്ടിക്കൽ പോസ്റ്റ് വെച്ചിട്ടാണ്. ആ വെർട്ടിക്കൽ പോസ്റ്റിൻ്റെ വിത്ത് നമുക്ക് തന്നിട്ടുണ്ട്, സി ഡിയും തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ദ ഡിസ്ചാർജ് ഓവർ ദ വിയർ. ഓക്കെ, ഇഫ് ദ ഹെഡ് ഓവർ ദ ക്രസ്റ്റ് ഇസ് 1.2 മീറ്റർ ആൻഡ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇസ് 2 മീറ്റർ. അപ്പോൾ ഇതിനകത്ത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിവൺ ഡേറ്റ എഴുതി. ലെങ്ത് ഓഫ് ദ വിയർ 40 മീറ്ററിന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഈക്വൽ ബേസസ് 12, ബേ വിത്ത് 0.6 തന്നിട്ടുണ്ട്, സി ഡി തന്നിട്ടുണ്ട്. ഹെഡ് ഓവർ ദ ക്രസ്റ്റും 1.2 മീറ്റർ തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് വി എവും 2 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്ചാർജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ഫോർമുല എന്തുവാ? Q ഇസ് ഈക്വൽ ടു 2/3 CD റൂട്ട് ഓഫ് 2G L മൈനസ് 0.1 NH1 ഇൻറ്റു H1 പവർ 3/2 മൈനസ് HA പവർ 3/2. ഇതാണ് നമ്മുടെ ഫോർമുല, ഇൻക്ലൂഡിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആൻഡ് ദ എൻ കോൺട്രാക്ഷൻസ്. ഓക്കെ, നമ്മുടെ റെക്ടാങ്കുലർ വിയറിൻ്റെ ജനറൽ ഫോർമുല എന്തുവാ? 2/3 CDL റൂട്ട് ഓഫ് 2G H പവർ 3/2. ഇതാണ് ജനറൽ ഫോർമുല, വിത്തൗട്ട് എൻ കോൺട്രാക്ഷൻസും വിത്തൗട്ട് എന്തുവാ വെലോസിറ്റി ഓഫ് അപ്രോച്ചിലുള്ളത്. പക്ഷേ ഇവിടെ എല്ലാം കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഹെച്ചിന് പകരം H1 മൈനസ് HA ഇട്ടു. ഓക്കെ, ഈ HA എന്ന് പറയുന്നത് എന്തുവാ? H പ്ലസ് HA ആണ്.
നമ്മുടെ ഹൈറ്റ് കൂടി, വെലോസിറ്റി ഓഫ് അപ്രോച്ചിന് വന്നതുകൊണ്ട് ഹെഡ് കൂടി, ഹെഡ് ഓഫ് ദ ക്രസ്റ്റ് കൂടി. ഓക്കെ, അതുകൊണ്ട് H പ്ലസ് HA എന്ന് ഇട്ടു. ഓക്കെ, ഈ L എന്തുകൊണ്ടാണ് മാറിയതെന്ന് വെച്ചാൽ 12 ബേ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോന്നിനും എൻ കോൺട്രാക്ഷൻസ് വരുമ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദ വിയർ 40 മീറ്റർ കാണത്തില്ല. അപ്പോൾ അത് കുറയും. അപ്പോൾ അത് എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർമുല L മൈനസ് 0.1 N ഇൻറ്റു H1. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തടുത്ത് ഒന്നൊന്നായിട്ട് നോക്കാം. L ഇസ് ഈക്വൽ ടു 40 മീറ്റർ. ഓക്കെ, അപ്പോൾ 12 ബേസ് ആണെങ്കിൽ എത്ര വെർട്ടിക്കൽ പോസ്റ്റ് കാണും? 11 വെർട്ടിക്കൽ പോസ്റ്റേ കാണത്തുള്ളൂ. 12 ഈക്വൽ ബേസ് ആണ്. ഇറ്റ് ഈസ് ഡിവൈഡ് ബൈ വെർട്ടിക്കൽ പോസ്റ്റ് 0.6 മീറ്ററിന് മാത്രമേ തന്നിട്ടുണ്ട്. അപ്പോൾ 12 സ്പേസസ് ആണെങ്കിൽ നമുക്ക് 11 പോസ്റ്റേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് ഇസ് ഈക്വൽ ടു നമ്മുടെ ലെങ്ത്, ദാറ്റ് ഈസ് യുവർ 40 മീറ്റർ മൈനസ് നമ്പർ ഓഫ് വെർട്ടിക്കൽ പോസ്റ്റ് ഇൻറ്റു വിത്ത് ഓഫ് ദ പോസ്റ്റ്. അപ്പോൾ 11 ഇൻറ്റു 0.6 ആൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് L കിട്ടും. ഓക്കെ, H1 ഇസ് ഈക്വൽ ടു H പ്ലസ് HA എന്ന് എഴുതി. H നമുക്ക് തന്നിട്ടുണ്ട് 1.2ന്. HA നമുക്ക് അറിയത്തില്ല, അതിന് വേണ്ടിയാ വെലോസിറ്റി ഓഫ് അപ്രോച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഹെഡ് ഡ്യൂ ടു വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ VA² ഡിവൈഡ് ബൈ 2G. വെലോസിറ്റി തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് HA എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ H1 എന്താണെന്ന് കിട്ടി. പിന്നെന്താ, നമ്മുടെ ഫോർമുലനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്പർ ഓഫ് എൻ കോൺട്രാക്ഷൻസ് L മൈനസ് 0.1 NH ഇട്ടിട്ടില്ലേ. അപ്പോൾ N എന്തുവാണെന്ന് വെച്ചാൽ 2 ഇൻറ്റു 12 ആണ്. ഓരോ ഇതിലെയും നമുക്ക് ഇവിടെ 1, ഇവിടെ 2, 1, 2. അപ്പോൾ ഓരോ വെർട്ടിക്കൽ പോസ്റ്റിനും 2 ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് 2 ഇൻറ്റു 12 ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈച്ച് ബേ ഹാസ് എ 2 എൻഡ് കോൺട്രാക്ഷൻസ്. അതിനനുസരിച്ച് നമ്മുടെ ഫോർമുലനകത്ത് L മൈനസ് 0.1 N എന്ന് പറയുന്നത് 24 ഇൻറ്റു H. ഓക്കെ, പിന്നെ ഫോർമുലനകത്ത് ഫൈനലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡിസ്ചാർജ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കിയത്. ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ട് ഷെയർ ചെയ്യുക. ഇനി നമ്മൾ അടുത്ത എക്സാം ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലേ, അതിൻ്റെ തിയറി പാർട്ടൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ.